ഹലോ, വെൽക്കം ടു സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ പോണത് ഇൻട്രൊഡക്ഷൻ ഓഫ് പിവോട്ട് ടേബിൾ. എനിക്ക് മെയിൽ അയച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് എൻക്വയറി വന്നത് പിവോട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു. ബിക്കോസ് പിവോട്ട് ടേബിൾ ഒരു മാജിക്കാണ്. കാരണം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര വലിയ ഡാറ്റ വേണമെങ്കിലും സമ്മറൈസ് ചെയ്യാൻ പറ്റും. അത് കാറ്റഗറി വൈസ് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഫയല് കാണാം, ഇതിലൊരു ക്വാർട്ടർ, ഇതൊരു ഇൻസെൻറ്റീവ് പ്ലാനാണ് സെയിൽസ്മാൻ്റെ, അതിൻ്റെ ഒരു ഫയലാണത്. എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട ഫയൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ ഐ ആം ടെല്ലിങ്. ക്വാർട്ടർ, ഡേറ്റ്, പാർട്ടി നെയിം, ഐറ്റം, ബ്രാൻഡ്, ലിറ്റർ. ഇത് ലൂബ്രിക്കൻസ് ആണ്, അതുകൊണ്ടാണ് ലിറ്ററിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ബിൽഡ് ക്വാണ്ടിറ്റി, ലിറ്റർ, സെയിൽസ്മാൻ, കാറ്റഗറി വൈസ്. ഇത് 4 ടൈപ്പ് കാറ്റഗറിയാണ് നമ്മുടെ ഓയിൽ വന്നിട്ട്. ഇതിൻ്റെ റിപ്പോർട്ട് എനിക്ക് ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് ഒരു സെയിൽസ്മാൻ എത്ര ലിറ്റർ വിറ്റു കാറ്റഗറി വൈസ്, ഒരു പാർട്ടി എത്ര, ഒരു കസ്റ്റമർ എത്ര ഓയിൽ എടുത്തു, അതുപോലെ ഒരു ഐറ്റം എത്ര പേർക്ക് പോയിട്ടുണ്ട്, ഈ ഐറ്റം എത്ര പേർക്ക് എത്ര ലിറ്റർ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡാറ്റയാണ് എനിക്ക് സമ്മറൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു 1479 ലൈൻ ആയിട്ടുണ്ട്. നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ദാറ്റ് മീൻസ് ഫിൽറ്റർ ചെയ്ത് പറഞ്ഞത് അന്ന് നമ്മൾ സാധാരണ ചെയ്യാറ്. പിവോട്ട് ടേബിൾ വഴി ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇൻസെർട്ടിൽ ഓപ്ഷനിൽ ഇപ്പോൾ 2007 ഇൻസെർട്ട് ഓപ്ഷനിൽ പിവോട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ റേഞ്ച് ഓട്ടോമാറ്റിക് റേഞ്ച് വരും, ടേബിൾ റേഞ്ച്. ദാറ്റ് മീൻസ് A5 to J4177. ദാറ്റ് മീൻസ് A to N വരാം. ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു ടേബിൾ വരും. ഈ ടേബിളിൽ ചൂസ് ചെയ്യണം. റൈറ്റ് സൈഡിൽ ക്വാർട്ടർ, നമ്മുടെ ഡേറ്റ്, പാർട്ടി നെയിം, അവിടെ ഓപ്ഷൻ പറഞ്ഞ കൊടുത്ത പോലെ തന്നെ. ഇവിടെ നമുക്ക് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ റോ കോളം, ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ആണ് അവിടെ ഇരിക്കുന്നത് വെച്ചാൽ സെയിൽസ്മാനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ബോക്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ പേര് ഇവിടെ റോ കോളത്തിൽ വരും. ഇതിൻ്റെ ലിറ്റർ, ദാറ്റ് മീൻസ് എത്ര ലിറ്ററാണ് ആ സെയിൽസ്മാൻ വിറ്റുണ്ടെങ്കിൽ ഇതിനെടുത്തിട്ട് വാല്യൂസിൽ കൊണ്ടിടണം. ദാറ്റ് മീൻസ് സം ഓഫ് ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ആ ഒരു സെയിൽസ്മാൻ വിറ്റിട്ടുള്ളത് 8398, 12,166. ഇത് ക്വാർട്ടർ വൈസ് കൊണ്ടുവരാം. ഈ ക്വാർട്ടറിന് ഡ്രാഗ് ചെയ്തിട്ട് കോളം ലേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൽ എത്ര ചെയ്തു, സെക്കൻഡ് ക്വാർട്ടറിൽ എത്ര ചെയ്തു, ഗ്രാൻഡ് ടോട്ടൽ എത്ര. ഇതിൽ നമുക്ക് ഇനി അടുത്തൊരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഷീറ്റ് 1 ഒന്ന് വീണ്ടും സെലക്ട് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഷീറ്റിലേക്ക് വരും. ഇവിടെ നമുക്ക് ഒരു പാർട്ടി വൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നെയിം വരും. ഈ കസ്റ്റമർ നെയിമിൽ തന്നെ സെയിൽസ്മാൻ കോളം ഇതിലിട്ട് കഴിഞ്ഞാൽ 2 കോളം ബിയിലും സിയിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും 2 നെയിം. ഓക്കെ, അതിൽ നമുക്ക് എത്ര ലിറ്റർ വീതം ഇട്ടുണ്ടെങ്കിൽ വാല്യൂസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. കണ്ട് കസ്റ്റമർ വൈസ് ഈ സെയിൽസ്മാൻ നോബിൾ നാൾ വിറ്റിട്ടുള്ളതും രന്ദീപ് നാൾ വിറ്റിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. ഓരോ കസ്റ്റമർ വൈസ് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക്. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ഫിൽറ്റർ, ദാറ്റ് മീൻസ് കാറ്റഗറി വൈസ് റിപ്പോർട്ട് ഫിൽറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ
ഓക്കെ, നമുക്ക് ഇവിടെ 4 കാറ്റഗറി ഉണ്ട്: സിന്തറ്റിക്, അതേഴ്സ്, പ്രീമിയം, മിനറൽ. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഏത് ഓയിലാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 100% സിന്തറ്റിക് ഓയിലാണെങ്കിൽ അടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് അവരുടെ ക്വാണ്ടിറ്റി കിട്ടും. അതിൽ നമുക്ക് ഇവിടെ ഫിൽറ്റർ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ്മാനെ ഫിൽറ്റർ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ എത്ര എടുത്തിട്ടുണ്ട്. ഇത് ടെക്നോ സിന്തറ്റിക് എത്ര എടുത്തിട്ടുണ്ട്. ഇത് വളരെ ഫാസ്റ്റുമാണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു പിവോട്ട് ടേബിൾ ആക്ടിവിറ്റിയാണ്. നമ്മുടെ വർക്കുകളിൽ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം, എന്നാലും സ്റ്റിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ഐ എം ഷുവർ നിങ്ങളുടെ വർക്കിലൊരു 90% ടൈമിങ്ങിനും ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഈ ഒരു മെത്തേഡ് പിവോട്ട് ടേബിൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. നമ്മളിനി അടുത്ത ലെസണായിട്ട് വരാം. ബൈ.